ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ തമ്മിലിൽ പറഞ്ഞേക്കുന്ന പോലെ ഞങ്ങൾ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പോകാനായിട്ട്. അങ്ങനെ പോയത് ഐ ഡി എടുക്കാനാണ്. എനിക്കും മക്കൾക്കും ഒക്കെ വിസ സ്റ്റാമ്പ് ചെയ്യാനും ഐ ഡി ഒക്കെ എടുക്കാനായിട്ട് പോയതാണ്. ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നത് ഈ ഒരു പെട്ടിക്കടി മാതിരി ആണ് ഇവിടുത്തെ സ്റ്റേഷൻ എന്നൊക്കെ. അപ്പോൾ അമ്മ ഒരു ഡയലോഗ് ഉണ്ട്, അത് കേൾക്കണേ. അപ്പോൾ സെറ്റാ. കെട്ടിടങ്ങളുണ്ടല്ലോ അതിനകത്തോട്ട്. കെട്ടിടങ്ങളല്ലേ? അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് ഒട്ടകത്തിനെ കണ്ടില്ലെന്ന് മോൻ പറഞ്ഞു കേട്ടില്ലായിരുന്നു ആദ്യം. അപ്പോൾ അവൻ ഒട്ടകത്തിനെ കാണിച്ചേക്കാന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനെ കാണിച്ചു. ഒട്ടകത്തിനെ കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ട് ഒരു ചായ കുടിച്ചു, ഇടയ്ക്ക് സ്നാക്സ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് പാർക്കിലോട്ടായിരുന്നു. പാർക്ക് പക്ഷേ അടച്ചിരിക്കുകയാണ്, വൈകിട്ട് ഉറക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പാർക്കൊക്കെ വായി നോക്കിയിട്ട് ഇങ്ങനെ നേരെ പോയി. അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ
ഇതാ നമ്മൾ ഇതിൻ്റെ പുറകെയാണ് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷ്ടിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, കുറച്ച് മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് മുരിങ്ങയ്ക്കേ മോനെ. അത് പിന്നെ കുത്തിക്കഴിഞ്ഞ് ഓടിക്കണം. വേണ്ട, ഇവിടെ എളുപ്പം നിൽക്കുന്നു. പരുവത്തിനുള്ളത് മേ ബി ആയിരിക്കും. വിളിക്കുന്നുണ്ടോ? തടച്ചടച്ചടച്ച് വിളിക്കുന്നുണ്ടോ? ഒറ്റോലി പൂ വേണോ അമ്മ? അത്യാവശ്യം കയ്യിലൊക്കെ ആയിട്ടുണ്ട്. മതി മതി മതി. എന്തോ തന്നെ ഇത്രയും? ആർക്കറിയാം, നമുക്ക് ഇവിടെ എല്ലാം അറിയാം. അത് വേണ്ട. പുളിയുടെയോ? തളക്കളരുത്. ഇനി ബാക്കി അതിൽ കൊടുക്ക്. കൊള്ളോ? കൊള്ളത്തില്ല, പുളിയാന്ന്. അയ്യോ, അപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയുടെ തോരൻ വെക്കണം. മുരിങ്ങയ്ക്ക ഇപ്പോൾ എടുക്കുന്നില്ല, പക്ഷേ മുരിങ്ങയില ഇപ്പോൾ തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എടുത്തു. വെളുത്തുള്ളിയും ജീരകവും പിന്നെ പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പം മുളകും ഉള്ളി ഒക്കെ ഒന്ന് ചതഞ്ഞു വരാനായിട്ട് ആദ്യം ഒന്ന് ചതയ്ക്കുന്നതായിരിക്കും നല്ലത്. കൂടത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് ചതച്ച് അങ്ങ് അരഞ്ഞ് ചതച്ചെടുക്കും. ഇതിനിടയ്ക്കൂടെ മോള് വരുന്നുണ്ട്, ഓരോ സാധനമൊക്കെ ഉണ്ടാക്കിയുണ്ട്. കാരണം തോരന് ഒരുപാട് അങ്ങ് തേങ്ങ വേണ്ട, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് തേങ്ങ എടുക്കാണ്ട് കുറച്ചെടുത്ത് ചതയ്ക്കുക. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് വേണം കടുവറുക്കാൻ തുടങ്ങാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു വരും.
അങ്ങനെ കടുക് ഇട്ടു, കടുക് പൊട്ടിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റലിടുന്നത് നല്ലതായിരിക്കും, പക്ഷെ ഞാൻ മറന്നുപോയി കൊണ്ടുവരാൻ. ഓർത്തോർത്തിരുന്ന സാധനമാണ് വറ്റലും, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഓർത്തോർത്തിരുന്നതാണ്. പക്ഷെ ലാസ്റ്റ് ലഗേജും ഉണ്ടായിരുന്നു വേറെ, പല സാധനങ്ങളും മറന്നുപോയി കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എല്ലാം ഒന്നൊന്ന് ഇളക്കുക, മറ്റേ ആ കടുവറുത്തതിൻ്റെ ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഇട്ടിട്ടൊന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുക. മൂടി വെച്ച് കഴിയുമ്പോഴത്തേന് ആ മൂടി വെക്കുന്നതിൻ്റെ ആ ഒരു ആവി മതി വേവാനായിട്ട്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി വേവേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അത്ര മതി. ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒന്ന് മൂടി വെച്ചാൽ മതി, സിമ്മ് ഇട്ടാൽ മതി, കൂടുതലിടല് കരിക്കും പോത്തേ ഉള്ളൂ. ലാസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പിടണേ, ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ടില്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ, കയ്പ്പായിരിക്കും. കയ്പ്പില്ല പക്ഷേ ഇതിന് കേട്ടോ, ഇതിന് വലിയ കയ്പ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ പൊതുവേ ഈ സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മെയിൻ ചെയ്തില്ല. പിന്നെ വെച്ചതായത് കൊണ്ട് ഞാൻ കുറച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒമാൻ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, മടികളൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ. കൂടുതൽ അരിയാനും പിടിക്കാനും നിൽക്കണ്ടല്ലോ, എളുപ്പമുണ്ട് അല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് വാച്ച് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.